ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ്. ഇന്നല്ലേ സ്പീച്ച് എങ്ങനെ വൃത്തിക്ക് എഴുതാം എന്നുള്ളതാണ് നോക്കുന്നത്. ഇന്ന് സ്പീച്ച് മാത്രമല്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററിന്റെ ഇൻസൈറ്റ് കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്, എങ്ങനെ സ്പീച്ച് എഴുതാം എന്നുള്ളത്. സോ ക്വസ്റ്റ്യൻ നോക്കിയോ. സോ സ്പീച്ചിനെ കുറിച്ച് ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. നമ്മൾ ഒരുപാട് നാളായിട്ട് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ സ്പീച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ വരണം, ഇതെങ്ങനെ വൃത്തിക്കും വെടുപ്പിനും എഴുതാം എന്നുള്ളത് ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ഇന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഇൻ കണക്ഷൻ വിത്ത് ഗാന്ധി ജയന്തി, യുവർ സ്കൂൾ is organizing a program to propagate the relevance of Gandhian values in the present day. Prepare and deliver speech before the class. ഇവിടെ നമുക്കല്ലേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, എവിടെയാണ് നമ്മൾ ഈ പ്രസംഗം പറയാൻ വേണ്ടി പോകുന്നത്, എവിടെയാണ് നമ്മുടെ സ്പീച്ച്, ആരാണ് നമ്മുടെ ഓഡിയൻസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, ആരാണ് നമ്മുടെ ഓഡിയൻസ്, അവരെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു സ്കൂൾ അസംബ്ലിയിൽ നമ്മളൊരു സ്പീച്ച് പറയുന്ന പോലെ അല്ല നമ്മളൊരു കവല പ്രസംഗം പറയുന്നത്. അവിടെ ചിലപ്പോൾ നമ്മളൊരു പഞ്ചായത്ത് മെമ്പറെ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു കളക്ടറെ ആയിരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. ഒരു സ്കൂളിലാണെങ്കിൽ അവിടുത്തെ ഹെഡ് മാസ്റ്ററെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ, അവിടുത്തെ സ്റ്റുഡന്റിനെ ആയിരിക്കും, അവിടുത്തെ ടീച്ചേഴ്സിനെ ആയിരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സല്യൂട്ടേഷൻ ആണ്. ആരെയാണ് നമ്മൾ സല്യൂട്ട് ചെയ്യുന്നുള്ളതാണ്. രണ്ടാമത്തെ പരിപാടി നമ്മൾ പറയുന്നത് എന്ത് വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എന്നുള്ളത് ഇൻട്രൊഡക്ഷനിൽ പറയണം. സോ ഗാന്ധി ജയന്തിയാണ് നമ്മുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഗാന്ധി ജയന്തിയിൽ ഗാന്ധിയൻ വാല്യൂസിന്റെ റെലവൻസ്, അതിന്റെ പ്രാധാന്യം എന്താണ് എന്ന വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതായിരിക്കണം നമ്മളെ ഇൻട്രൊഡക്ഷനിൽ വരേണ്ടത്. ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മൾ ബോഡി എന്ന് പറയുന്ന ഭാഗം വരുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ, നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പെർസ്പെക്റ്റീവ്, നമ്മുടെ വ്യൂ പോയിന്റ്സ്, നമ്മുടെ വാദങ്ങൾ, എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ പറയാൻ വേണ്ടി പറ്റും. ഇവിടെ നമ്മുടേതായുള്ള ഐഡിയാസ് പറയുന്നതിന്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇൻസൈറ്റുകൾ എടുക്കാം. ഇൻസൈറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റ്സ് പറയുന്നത്. ഇൻസൈറ്റ് എന്ന് പറയുന്നത് എന്താ, ചാപ്റ്ററിലുള്ള ഏറ്റവും കോർ തീമാണ് നമ്മൾ ഇൻസൈറ്റ് എന്ന് പറയുന്നത്. ചാപ്റ്റർ ഓർമ്മയുണ്ടല്ലോ, ആൻഡ് ദെൻ ഗാന്ധി കേം എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു എഴുതിയിട്ടുള്ള ഒരു എസ്സേ ആണ്. അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുള്ള പുസ്തകത്തിന്റെ ചെറിയൊരു ഭാഗമാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ വരുന്നത് എന്നുള്ളത് വളരെ കുറഞ്ഞ സമയം കൊണ്ട്, വളരെ കുറഞ്ഞ വാക്കുകളിൽ ആ ഇൻസൈറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. പോസ്റ്റ് വേൾഡ് വാർ 1 ഇന്ത്യയിലെ വേൾഡ് വാർ 1 ശേഷം പഞ്ചാബ് പോലെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ ഒരുപാട് അടിച്ചമർത്താൻ തുടങ്ങി. ഹ്യൂമിലിയേഷനും ആങ്കറും ആളുകളിൽ ഉണ്ടായി. പക്ഷെ ആളുകൾ ഭയങ്കരമായിട്ട് ഹെൽപ്ലെസ് ആയിരുന്നു. ആളുകൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഒരുപാട് പട്ടാള നിയമങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് റിപ്രസീവ് ലോകൾ ഉണ്ടായിരുന്നു. ആളുകളെ അടിച്ചമർത്തുന്ന നിയമങ്ങൾ ആര് കൊണ്ടുവന്നു? ബ്രിട്ടീഷുകാർ കൊണ്ടുവരുന്നു. പക്ഷെ ആളുകൾ ഹെൽപ്ലെസ് ആയിരുന്നു, ദുരിതത്തിലായിരുന്നു. ഡിസ്പയർ എന്ന് വെച്ചാൽ ദുരിതത്തിലായിരുന്നു. ആളുകൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റിയിരുന്നില്ല. ഈ ഒരു സമയത്താണ് ഗാന്ധിജിയുടെ എമർജൻസി എന്ന് പറയുന്നത്. ഗാന്ധിജി ഇന്ത്യൻ പൊളിറ്റിക്സിലേക്ക് കടന്നു വരുന്നത്. ഗാന്ധി എമേർജ്ഡ് ആസ് എ ട്രാൻസ്ഫോർമേറ്റീവ് ഫോഴ്സ്. ആളുകളുടെ മനോഭാവങ്ങൾ, ആളുകളുടെ സൈക്കോളജി, ആളുകളുടെ പെർസ്പെക്റ്റീവ് തന്നെ മാറ്റിയെടുക്കലായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. അഡ്വക്കേറ്റിംഗ് ഫിയർലെസ്നെസ്, ട്രൂത്ത് ആൻഡ് ആക്ഷൻ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു ടീച്ചിങ് എന്ന് പറയുന്നത് അല്ലേ, ഫിയർലെസ്നെസ്, നിർഭയത്വം, പേടിക്കാതിരിക്കുക. അതുപോലെ തന്നെ ട്രൂത്ത്, സത്യത്തിന് കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഏതൊരു പ്രശ്നത്തിനെയും നേരിടേണ്ടതെന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് വലുതായിരുന്നു. ആളുകൾ ഉണ്ടായിരുന്ന ഒരു പേടിയും, ആളുകൾ ഈ ബ്രിട്ടീഷുകാരെ കണ്ടിരുന്ന ഒരു മനോഭാവമൊക്കെ അദ്ദേഹം മാറ്റിയെടുത്തു. അദ്ദേഹത്തിന്റെ കോൾ ടു ആക്ഷൻ എന്ന് പറയുന്നതില്ലേ, ഇവിടുത്തെ ഫോറിൻ റൂളിനെതിരെ പ്രതികരിക്കണം എന്നുള്ളതായിരുന്നു. ഇവിടുത്തെ സോഷ്യൽ ഇൻജസ്റ്റിസുകൾക്കെതിരെ പ്രതികരിക്കണം എന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെതിരായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. ഫിയർലെസ്നെസ്സും ട്രൂത്തുമായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് സ്പീച്ചിലോ റൈറ്റപ്പിലൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഇൻസൈറ്റുകൾ എന്ന് പറയുന്നത്. വേരിങ് ഇൻഫ്ലുവൻസ്, സമൂഹത്തിലുള്ള പലതരം ആളുകളെ പലതരത്തിലായിരുന്നു അദ്ദേഹം ഇമ്പാക്ട് ചെയ്തിരുന്നതെന്ന് മനസ്സിലാക്കുക. ഒരു സൊസൈറ്റൽ ചേഞ്ച് അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ള മനസ്സിലാക്കുക. ഇങ്ങനെയാണ് അദ്ദേഹം ബ്രിട്ടീഷ് റൂളിനെ ഒന്നൊന്നായിട്ട് അണ്ടർമൈൻ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ന്യൂ വാല്യൂസ് എന്ന് പറയുന്നതില്ലേ, സിംപ്ലർ ലൈഫ് സ്റ്റൈൽ. ആളുകൾ പണക്കാരാണെങ്കിൽ കൂടെ വളരെ സിംപിളർ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ നയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തിരുന്നത്. വില്ലേജ് എൻഗേജ്മെന്റ്. നമ്മുടെ നാട്, നമ്മുടെ രാജ്യം വളരുന്നുണ്ടെങ്കിൽ ഒരുപാട് സിറ്റികളല്ല, ഒരുപാട് നഗരങ്ങളല്ല വേണ്ടത്, പക്ഷെ വില്ലേജുകളാണ് വളരേണ്ടത്. വില്ലേജിന്റെ ഇൻവോൾവ്മെന്റും അവരുടെ എക്കണോമിക് വളർച്ചയും അവരുടെ സാമ്പത്തികമായിട്ടുള്ള വളർച്ചയും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയുമാണ് വില്ലേജ് എൻഗേജ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിഷനില്ലേ, രാജ്യത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ വിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു യൂണിറ്റി ഉണ്ടാവണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ അൺടച്ചബിലിറ്റിയും ജെൻഡർ ഈക്വാലിറ്റിയും അതുപോലെ തന്നെ
തന്നെ ഡൈവേഴ്സ് കൾച്ചറൽ കോ എക്സിസ്റ്റൻസുമാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന ഒരു ഇന്ത്യ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മാഗ്നറ്റിസം, അദ്ദേഹത്തിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ലെഗസി, ഇത്രയും കാര്യങ്ങളാണ് ആ ചാപ്റ്ററിൽ വരുന്ന ഇൻസൈറ്റുകൾ. ഈ ഇൻസൈറ്റുകളാണ് നമ്മൾ നമ്മുടെ സ്പീച്ചിലേക്ക് എഴുതുന്നത്. സോ സ്പീച്ച് അറിയാലോ, നമ്മൾ എവിടെയാണ് പറയാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ഓഡിയൻസ് ആരാണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി നമുക്കൊരു ഇൻട്രോഡക്ഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ് ആൻഡ് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് എന്ന് പറയാം. റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്. ഓക്കെ സോ ഇവിടെ നമ്മൾ ക്ലാസ്സിലാണ് ആ വിഷയത്തിനെ കുറിച്ച് പറയുന്നത്. ഇനി ഇത്രയും ഭാഗമാണ് ഇൻട്രൊഡക്ഷനിൽ വരേണ്ടത് കേട്ടോ. ആസ് യു ഓൾ നോ, ടുഡേ വി ആർ സെലിബ്രേറ്റിംഗ് ഗാന്ധി ജയന്തി. സോ എന്താണ് കോണ്ടെക്സ്റ്റ് എന്നുള്ളത് പറഞ്ഞു. വി ആർ പ്രൗഡ് ഓഫ് എ മാൻ ലൈക്ക് ഗാന്ധിജി വാസ് ബോൺ ഇൻ ഇന്ത്യ ആൻഡ് ഹി ഈസ് ദ ഫാദർ ഓഫ് നേഷൻ. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി വാസ് ബോൺ ഇൻ പോർബന്ദർ ഇൻ ഗുജറാത്ത് on October 2, 1869. He was educated in law at University College London. ഇത്രയും കാര്യങ്ങളില്ലേ നമുക്ക് ഹിന്റ് തന്നില്ലെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ ഇൻസൈറ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. അദ്ദേഹം അഡ്വക്കേറ്റ് ചെയ്തിരുന്ന സമാധാനത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ള ഒരുപാട് ഇൻസൈറ്റുകൾ നമുക്ക് ഇതിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അദ്ദേഹം ആളുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള സൈക്കോളജിക്കൽ ഇമ്പാക്റ്റിനെ കുറിച്ച് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. ആളുകളിൽ അദ്ദേഹം ഇൻഫ്ലുവൻസ് ചെയ്ത രീതികളെ കുറിച്ച് പറയാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ടീച്ചിങ് ആയിട്ടുള്ള ഫിയർലെസ്നെസ്സും ട്രൂത്തും അതിനെ കുറിച്ച് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന ഇൻസൈറ്റുകളൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ വരേണ്ടത്. ഓക്കെ, അദ്ദേഹത്തിന് വില്ലേജ് എൻഗേജ്മെന്റ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് അദ്ദേഹം ഇവിടെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ സ്പീച്ചിന്റെ ബോഡി എന്ന് പറയുന്ന ഭാഗം എഴുതേണ്ടത്. അവസാനത്തിലേക്ക് വരുമ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കൺക്ലൂഡ് ചെയ്യണം. സോ ഇത്രയും ഭാഗം നമ്മളൊരു കൺക്ലൂഡ് ചെയ്യണം, കൺക്ലൂഷൻ കൊടുക്കുകയാണ്. ഓക്കെ, കൺക്ലൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സല്യൂട്ടേഷനും കൂടെ കൊടുക്കണം കേട്ടോ. അവസാനത്തിലേക്ക് വരുമ്പോൾ ഒരു സല്യൂട്ടേഷൻ അല്ല, ഗ്രീറ്റിംഗ് ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഗ്രീറ്റിംഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, സല്യൂട്ടേഷൻ അല്ല സോറി, ഗ്രീറ്റിംഗ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്പീച്ച് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു. സോ ഇവിടെ ബോഡിയിലാണ് നമ്മുടെ എല്ലാ വ്യൂ പോയിന്റ്സും എഴുതേണ്ടത്, നമ്മുടെ പെർസ്പെക്റ്റീവ് എഴുതേണ്ടത്. ഗാന്ധിജി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഗാന്ധിയൻ വാല്യൂസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്നുള്ളതാണ്. അത്രയും കാര്യങ്ങൾ നമ്മുടെ ചാപ്റ്ററിൽ നിന്നുള്ള ഇൻസൈറ്റുകളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ മാർക്ക് ആരും കൊണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. സോ ഇങ്ങനെയാണ് വൃത്തിക്ക് ഒരു സ്പീച്ച് എഴുതേണ്ടത്. സോ ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ, താങ്ക് യു.